ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി.എച്ച്. മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി PN വൈശാഖിനെ നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് അഡ്വക്കേറ്റ് ടി.എച്ച്. മുഹമ്മദ് ഷഫീഖ് കോൺഗ്രസ് വിട്ടത്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അതിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കേവലം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പ്രവർത്തിക്കുകയാണെന്നും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനമെന്നും അഡ്വക്കേറ്റ് ടി.എച്ച്. മുഹമ്മദ് ഷഫീഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. ശ്രീ വ്യാസ NSS കോളേജിൽ നിന്ന് 2006 വ്യാസ കോളേജ് യൂണിറ്റ് ഭാരവാഹിയായാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. തുടർന്ന് യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ്, KICU തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ക്ലാസുകൾ എടുക്കുന്ന അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ തൃശ്ശൂർ ജില്ലയിലെ, സംസ്കാര സാഹിതി അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പരിചയസമ്പത്തും പ്രവർത്തന പാരമ്പര്യവും ജനസമ്മിതിയും വിജയ സാധ്യതയുമുള്ളവരെ മാറ്റി നിർത്തി നിയമസഭാ മണ്ഡലം സീറ്റ് കേവലം ഒരു പേയ്മെന്റ് സീറ്റാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയുമാണ് ചെയ്തതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കറിയാവുന്നതുപോലെ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ ആദ്യ പട്ടികയിൽ വന്നിരുന്നില്ല എന്ന് നമുക്ക് അറിയാം. രണ്ടാം പട്ടികയിലാണ് വടക്കാഞ്ചേരി വരുന്നത്. വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വന്നു. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ 7 മണ്ഡല പ്രസിഡന്റുമാരിൽ 9 മണ്ഡല പ്രസിഡന്റുമാരിൽ 7 മണ്ഡല പ്രസിഡന്റുമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 6ഓളം ജനറൽ സെക്രട്ടറിമാരും അസംബ്ലി UDFന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വലിയൊരു നേതൃത്വം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വിയോജനക്കുറിപ്പ് തയ്യാറാക്കുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്കും ഒക്കെ അത് കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് സീറ്റാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകളോളമായി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ നേതാക്കളുണ്ട്. ജനസമ്മതിയുള്ള ആളുകൾ, പരിചയസമ്പത്തുള്ള ആളുകൾ, നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകൾ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ തന്നെ നേതൃത്വത്തിലുള്ളപ്പോൾ അവരെയെല്ലാം മാറ്റി നിർത്തി സ്ഥാനാർത്ഥി വന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു മുൻ MLA, കോൺഗ്രസിന്റെ മുൻ MLAയും മുൻ MP-യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു പേയ്മെന്റ് സീറ്റാക്കി വടക്കാഞ്ചേരിയെ മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, ഈ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് പതിറ്റാണ്ടുകളോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ വഞ്ചിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് നടത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പാർട്ടിക്കകത്തുണ്ടായി. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പല ആളുകളെയും നേരിട്ട് ബന്ധപ്പെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഈ ഭരണം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭരണം കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ പരിഗണന കിട്ടും, അതിൻ്റെതായ സ്ഥാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളെയും ആശ്വസിച്ച് നിർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജയിക്കണം എന്നുള്ള ഉദ്ദേശം, പാർട്ടി ജയിക്കണം, പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ള ഉദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം.
കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ഷഫീഖ് 2006 വടക്കാഞ്ചേരി വ്യാസ NSS കോളേജിൽ നിന്നും KSU പ്രവർത്തകനായാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. വടക്കാഞ്ചേരി വ്യാസ NSS കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് ജില്ലാ റിസോഴ്സ് പേഴ്സൺ, കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ സെക്രട്ടറി, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക ഘടകങ്ങളുടെയും വിവിധ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുഹമ്മദ് ഷഫീഖ്. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.